സ്വിഗ്ഗി തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്കാണ്. വേതനം വർദ്ധിപ്പിക്കണം, ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം തുടങ്ങി 13 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. നാളെ മുതൽ പണിമുടക്ക് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം. VS അനുരാഗ് ഉണ്ട്. അനുരാഗ്, സ്വിഗ്ഗി തൊഴിലാളികൾ പണിമുടക്കിയാൽ നമ്മളെപ്പോലെ ഒരുപാട് പേർ പട്ടിണിയാകും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എന്താണ്? ഇവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? മറ്റുവരെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ഈ ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ എല്ലാവരും ആശ്രയിക്കുന്ന തൊഴിലാളികൾ തന്നെയാണ് സ്വിഗ്ഗി. പക്ഷേ തുച്ഛമായ വേതനമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ആനുകൂല്യങ്ങളൊക്കെയും ഒരു ഘട്ടത്തിൽ നിർത്തലാക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വേതനം വർദ്ധിപ്പിക്കണം, അതിനൊപ്പം ഈ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം എന്ന തുടങ്ങി 13 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോടും സ്വിഗ്ഗി തൊഴിലാളികൾ സമരം നടത്തി വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാനുള്ളത് പട്ടം ഇൻസ്റ്റാമാർട്ടിന് മുന്നിലാണ്. വിവിധയിടങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വിഗ്ഗി തൊഴിലാളികൾ ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. എന്തായാലും വിവിധ 13 ആവശ്യങ്ങളാണ്. ഏതൊക്കെ 13 ആവശ്യങ്ങളാണ്? നമ്മളെ പ്രധാനമായിട്ടും നമ്മുടെ അടിസ്ഥാന വേതനം കഴിഞ്ഞ 5-6 വർഷമായിട്ട് 25 രൂപയാണ് 5 കിലോമീറ്റർ പോയാൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അന്നുണ്ടായിരുന്ന 65 രൂപ പെട്രോൾ വിലയല്ല ഇന്നുള്ളത്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യം അടിസ്ഥാന വേതനം 30 രൂപ നൽകുക എന്നുള്ളതാണ്. കിലോമീറ്റർ മിനിമം 3 കിലോമീറ്ററിന് 30 രൂപ. നമ്മുടെ മറ്റ് ചാർജുകളെല്ലാം ഗവൺമെന്റ് കൂട്ടിയപ്പോൾ നമുക്കിവിടെ ഒരു നിയമമില്ലാത്തതുകൊണ്ട് തന്നെ കമ്പനി തരുന്നത് വാങ്ങിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, മുമ്പ് നമ്മൾ 5 കിലോമീറ്റർ ഓടിയാൽ മതി 25 രൂപ കിട്ടും. ഇന്നുള്ള അവസ്ഥ ഒരു സോണെന്ന് നിശ്ചയിച്ചിട്ട് അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പുറത്തോട്ടുള്ള ഓർഡറാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ധാരാളം തൊഴിലാളികളെ വിവിധ വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ നൽകി, പക്ഷേ കൊടുക്കില്ല. 8,000 6,000 ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് കൊടുക്കാതെ തൊഴിലാളികളെ കൂട്ടിക്കൊണ്ട് നമുക്ക് 5 കിലോമീറ്റർ ഓർഡർ പോയി കഴിഞ്ഞാൽ 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നേരത്തെ ഒരു റിട്ടേൺ ബോണസ് നൽകിയിരുന്നു. അത് നൽകാതെ തിരിച്ച് വന്നാൽ മാത്രമേ അടുത്ത ഓർഡർ അടിക്കുകയുള്ളൂ. ഫലത്തിൽ നമ്മൾ 11 കിലോമീറ്ററോളം ഓടിയിട്ടാണ് ഈ 25 രൂപ നേടുന്നത്. ലൊക്കേഷൻ മാപ്പിൽ കൃത്രിമം ധാരാളമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളൊരു 6-7 കിലോമീറ്റർ പോയാൽ 9 കിലോമീറ്ററോളമാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് 9.5 മണിക്കൂർ നിന്നാൽ 1,000-1,200 രൂപ കൃത്യമായിട്ടും ഇൻസെന്റീവ് ഉൾപ്പെടെ അന്ന് എല്ലാവർക്കും ഒരേ സ്കീമായിരുന്നു. ഇന്ന് തൊഴിലാളികളെ വിവിധ രീതിയിലാക്കിക്കൊണ്ട് ഈ ഇൻസെന്റീവ് തികയാതെ നമ്മൾ 16-17 മണിക്കൂർ നിന്നാലാണ് ഈ പെട്രോൾ ചെലവ് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് വീട്ടിൽ പോകാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ചെലവുകൾ മുന്നോട്ട് പോകുന്നത്. ഒരു 1,000 രൂപ തികയ്ക്കാൻ വേണ്ടി 16-17 മണിക്കൂർ നിൽക്കുന്നതിലൂടെ ഇപ്പോൾ തൊഴിലാളികൾക്ക് സംഭവിക്കുന്നത് കഴിഞ്ഞ 6 മാസത്തോളമായി 95ഓളം സ്വിഗ്ഗി തൊഴിലാളികളാണ് ആക്സിഡന്റിൽ മരിക്കുകയോ ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയോ ചെയ്തത്. പക്ഷേ ഈ ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോൾ കമ്പനി 15 ദിവസം മുമ്പ് തന്നെ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള ഡേറ്റ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആപ്പിൽ നിന്നും 7 ദിവസത്തിന് മുമ്പ് വരെ ഓടിയാൽ മാത്രമേ നമുക്ക് അത് ഇൻഷുറൻസ് കിട്ടുള്ളൂ. കമ്പനി അത് ഡിലീറ്റ് ചെയ്യുക വരെ ചെയ്യുന്നു. നമ്മുടെ വെൽഫെയറിന്റെ കാര്യങ്ങൾ നോക്കുന്നത് സമരസമിതിയുടെ വൈസ് ചെയർമാൻ ശ്രീ അമീറാണ്. അദ്ദേഹമാണ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത്. അദ്ദേഹം ഈ ആവശ്യങ്ങൾ കമ്പനിയെയും അതുപോലെ ലേബർ കമ്മീഷനെയും അറിയിച്ചിട്ടുണ്ട്. അവർ തരുന്ന മറുപടി എന്താ? അതെ, തീർച്ചയായിട്ടും നമ്മൾ ലേബർ കമ്മീഷണർ ആദ്യം അറിയിക്കുകയും കഴിഞ്ഞ മാസം 25, ഈ മാസം 9, 11 തീയതികളിൽ നമുക്ക് സ്വിഗ്ഗി വരുമെന്ന് അറിയിച്ചു. 12-ാം തീയതി ഔദ്യോഗികമായിട്ട് നമ്മളെ ക്ഷണിച്ചന്ന് ഉറപ്പായിട്ടും എത്തുമെന്ന് പറഞ്ഞു. നമ്മൾ 6-ാം തീയതി ലേബർ കമ്മീഷണർ ഓഫീസിലോട്ട് ഒരു മാർച്ച് നടത്തിയിരുന്നു. 11-ാം തീയതി പട്ടം ഓഫീസിലോട്ട് മാർച്ച് നടത്തിയിരുന്നു. അങ്ങനെ നിരവധി മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിലേക്ക് പോകുന്നത്. ഇനി ഈ സമരം പരിപൂർണമായിട്ട് വിജയിക്കുന്നത് വരെ, കാരണം നമുക്ക് ഈ ഒരു ആവശ്യം മാത്രമാണ് അധികമുള്ളത്. പിന്നെ നമ്മുടെ സാലറി സ്ലിപ്പ് അനുവദിക്കുക എന്നുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളാണ് വെട്ടിക്കുറച്ച് പുതിയ ധാരാളം തൊഴിലാളികളെ കൊണ്ടുവരികയും ആ തൊഴിലാളികൾക്ക് ആദ്യത്തെ 14 ദിവസം ഓർഡർ കൊടുത്ത് പിന്നെ നമ്മളെപ്പോലെ ആകുകയും എല്ലാവരും ഒരേപോലെ ദുരിതത്തിലാകുകയും ചെയ്യുന്നത്. അപ്പം ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മുടെ വെൽഫെയറിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മുടെ വൈസ് ചെയർമാൻ പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തൊഴിലാളി ദ്രോഹ നയങ്ങളാണ് ഇപ്പോൾ കമ്പനിയും അതുപോലെ ലേബർ കമ്മീഷനും സ്വീകരിക്കുന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. കാരണം പലതവണ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലേബർ കമ്മീഷനെ അടക്കം സമീപിക്കുന്നു. പക്ഷേ അതിൽ യാതൊരു നടപടി സ്വീകരിക്കും, ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പലതവണ ഇവർ തന്നെ പറയുന്നു, സമരം നടത്തി, പ്രതിഷേധ മാർച്ചുകൾ നടത്തി. പക്ഷേ അതിനൊക്കെ മുന്നിൽ കണ്ണടച്ച് ഒരു സമീപനമാണ് ലേബർ കമ്മീഷനും ഈ മാനേജ്മെന്റും സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും അടുത്ത ദിവസം മുതൽ മറ്റ് ജില്ലകളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കും. എന്തായാലും ഈ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം, പ്രതിഷേധം തുടരുമെന്നുള്ളത് തന്നെയാണ് സ്വിഗ്ഗി തൊഴിലാളികൾ പറഞ്ഞു വെക്കുന്നത്. ശരി അനുരാഗ്.